السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. സ്റ്റേജിലും സദസ്സിലും എത്തിച്ചേർന്ന ശ്രേഷ്ഠ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വേദിയിലെ നിത്യസാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് വിപുലമായി ആമുഖം പറയാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം വളരെ കുറഞ്ഞ സമയമെടുത്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറെ മുബാറക്കായ ഒരു വേദിയിലാണ് നമ്മളുള്ളത്. അതിന് തങ്ങളുടെ ഹദറത്തിൽ അവിടുത്തെ ഉറൂസിൻ്റെ ഭാഗമായി വിജ്ഞാന വേദി സംഘടിപ്പിക്കുന്നത് കാലങ്ങളായി പതിവാണെന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാഹ് കുറേയേറെ ആളുകൾ അതുവഴി പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കും. അതിനുള്ള കാരണമായി ഈ വേദി മാറുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സംഘാടകർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ എല്ലാവരും അനുഗ്രഹീതരാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ടാണ് ഇങ്ങനെ സംഗമിക്കുന്നത്. മനുഷ്യരല്ലാത്തൊരു ജീവിവർഗത്തിൻ്റെയും ലോകത്ത് ഇങ്ങനെ ഒരു സംഗമമോ സംഘാടമോ ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പിന്നെയും പിന്നെയും പുരോഗതിയിലേക്ക് എത്തുന്നതും ഒരു 10 വർഷം മുന്നേയുള്ള ഉറൂസിൻ്റെ പോലെയല്ല ഇപ്പോഴുള്ള ഉറൂസ്. തികച്ചും മാറിയിട്ടുണ്ട്. നിരന്തരമായി മാറ്റം വരിക എന്നതാണ് മനുഷ്യ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അല്ലാഹു മനുഷ്യന് മാത്രം ചിന്താശേഷി നൽകി എന്നുള്ളതാണ്. കാര്യങ്ങൾ വിലയിരുത്താനും കുറേ ചെറിയ കാര്യങ്ങൾ പരിശോധിച്ച് പൊതുവായൊരു തത്വത്തിലേക്ക് എത്താനും അല്ലാഹു മനുഷ്യന് മാത്രം ശക്തി നൽകി, ബുദ്ധി നൽകി. പഴയകാലം മുതൽ, സോക്രട്ടീസിൻ്റെയും മുന്നേ മുതൽ മനുഷ്യനെ നിർവചിക്കുന്നത് ഹോമോസാപ്പിയൻ എന്നാണ്. ചിന്തിക്കുന്ന മൃഗം എന്നർത്ഥം. ഞാനെൻ്റെ ശാസ്ത്രീയമായ വിശദീകരണത്തിലേക്ക് കിടക്കല്ല. ചിന്തിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രമേൽ പുരോഗതി ഉണ്ട്. നമ്മൾ ഇനിയും പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തും അതിൻ്റെ താഴെയും അന്യഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും താമസം ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എത്രമേൽ ഭൗതികമായി ഉയർന്നു വന്നാലും യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നതുകൊണ്ട് വിവക്ഷിക്കേണ്ടത് അവൻ്റെ ആത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു എന്ന് ഖുർആൻ ഒന്നിലധികം തവണ പറയുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ മഹാന്മാർ. ആത്മാവിനെ സംസ്കരിച്ചു, പടച്ച റബ്ബിലേക്ക് അവർ എത്തിച്ചു. അതുകൊണ്ട് അവരെ ഇപ്പോഴും പുകഴ്ത്താനും മാനിക്കാനും ആദരപൂർവ്വം സ്മരിക്കാനും ഒരു വലിയ സമൂഹം തയ്യാറാകുന്നു. വിജയത്തെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളെ മൊത്തം പരിശോധിക്കുമ്പോൾ ഈ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത വഴി നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ക്രമീകരിച്ചവരാണ് വിജയത്തിൻ്റെ അത്യുന്നതയിലേക്ക് എത്തിയത്. അവരുടെ ജീവിതം തന്നെ ഒരു മഹാ അത്ഭുതമായി. സുജൂദിൽ കടന്ന് മരണപ്പെട്ടവരെ കുറിച്ചുള്ള കിതാബുണ്ട്, വലിയ പണ്ഡിതന്മാരെ. അല്ലാഹുവിലേക്കുള്ള മിഅ്റാജാണ് സുജൂദ്, നിസ്കാരം എന്ന് നമുക്കറിയാം. റബ്ബിനോട് അടുത്തടുത്തടുത്ത് വന്ന് അവനും സ്രഷ്ടാവാകുന്ന റബ്ബും തമ്മിൽ തീരെ ഭേദമില്ലാത്ത, വ്യത്യാസമില്ലാത്തൊരു സാഹചര്യത്തിലെത്തി റബ്ബിലേക്കുള്ള മിഅ്റാജ് നടക്കുന്നതിനിടയിൽ അവരുടെ റൂഹ് വെടിയുന്നു. കുറേ ആളുകൾ കൃത്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാവിധ ബാധ്യതകളിൽ നിന്നും മാറി നിന്ന് അവസാനം അവരിഷ്ടപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് അവരുമായുള്ള ഇടപാടുകളൊക്കെ പറഞ്ഞു തീർത്ത് അവസാനം കഫൻ പുടവ മറയിച്ചു വെച്ച് ആ കഫൻ പുടവയിൽ കയറി ധാരാളം നിസ്കരിച്ച് റബ്ബിലേക്ക് അങ്ങനെ യാത്ര പോകുന്നു. ഒമാനരാവുന്ന കോടമ്പുഴ ബാവോസ്താദിൻ്റെ ഒരു കിതാബിൻ്റെ പേര് വഫയാത്തുൽ അബ്റാർ എന്നാണ്. കുറേ മഹാന്മാർ എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, പൂർവ്വഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. കുറേ മഹാന്മാരെങ്ങനെയാണ് മരണപ്പെടുന്നത്, അവരുടെ മരണത്തെക്കുറിച്ചുള്ള കിതാബ്, കുറേ മഹാന്മാർ മരിച്ചത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണാനന്തരം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമുന ഗസാലി തങ്ങളുടെ കുറേ ശിഷ്യർ സ്വപ്നം കാണുന്നത് അദ്ദേഹം പൂർവിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, ഇമാമുന ഗസാലി മരിച്ചു വരുമ്പോൾ അവിടത്തേക്ക് വേണ്ടി എന്തായിരുന്നു പ്രത്യേകമായി തയ്യാർ ചെയ്തത് എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നു, ഞാൻ ഈസാ നബിയെ വിളിച്ചു, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു. അങ്ങനെ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സമൂഹത്തിൽ ബനു ഇസ്രായേലരിൽ ഇത്രമേൽ മഹാനായ ഒരു പണ്ഡിതൻ ജനിച്ചിട്ടുണ്ടോ എന്ന്. അവരെല്ലാവരും പറഞ്ഞു ഇല്ലേ ഇല്ല. ദീർഘകാലം ലോകത്തെ ആത്മീയമായി നയിച്ചിരുന്ന വിഭാഗമാണ് ബനു ഇസ്രായേലർ, മഹാനായ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകൾ. ആ ദീർഘകാലം ലോകത്തെ നിയന്ത്രിച്ച ആ ടീമിൽ ഇമാമുന ഗസാലി തങ്ങളെപ്പോലെയുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഹബീബായ റസൂൽ അഭിമാനത്തോടുകൂടെ പൂർവിക പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനോടും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ചോദിക്കുന്നു. അവരങ്ങനെ ഒരാൾ ഉദ്ഭവിച്ചിട്ടില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും സമ്മതിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. എങ്ങനെ ഇമാമുന ഗസാലി തങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്? നമ്മളെപ്പോലെ മജ്ജയുണ്ട്, നമ്മളെപ്പോലെ മാംസമുണ്ട്, നമ്മളെപ്പോലെ മോഹങ്ങൾക്ക് വിധേയമാവാൻ പറ്റും വിധത്തിൽ തിന്മയിലേക്കുള്ള പ്രേരണകൾ സ്ഥിരമായുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി, അതിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിന്ന് ആത്മാവിനെ സംസ്കരിക്കാനുള്ള മാർഗങ്ങളിൽ അവർ പ്രവേശിച്ചു. അങ്ങനെയാണ് അവർ ജീവിതം കൊണ്ട് ആനന്ദം കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അവർ ജീവിതത്തെ ഒരു ചരിത്രമാക്കി മാറ്റിയത്. ഇന്നും അവിടത്തെ കുറിച്ച് വാദോരാതെ പറയാൻ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ അവിടുത്തെ വാഴ്ത്തി പറയുക എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥയിലേക്ക് മഹാനുഭാവൻ വളർന്ന് എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് ശുഅറാഇന്റെ 83-ാമത്തെ വചനം നമ്മൾ പരിശോധിക്കുക. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ച റബ്ബേ, എന്നെ കുറിച്ച് പിൽക്കാലക്കാർ നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കണമേ. ആ ദുആ അല്ലാഹു സമ്പൂർണ്ണമായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് യഹൂദ മതക്കാർക്ക് അബ്രഹാം പിതാവ് വളരെ പ്രധാനപ്പെട്ടയാളാണ്. ക്രൈസ്തവർക്ക് അബ്രഹാം പിതാവില്ലാതെ പരലോകമോ ദൈവരാജ്യമോ സ്വർഗോ ഇല്ല. മഹാന്മാരാകുന്ന പ്രവാചകന്മാരെല്ലാവരും അവരുടെ നേതാവായി കണക്കാക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ ഇസ്ലാമിൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ബന്ധമുള്ള പ്രവാചകരാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടു, എല്ലാ മതക്കാരും ഒരുപോലെ അംഗീകരിച്ചു. ചില പഠനങ്ങൾ പ്രകാരം ബ്രാഹ്മണന്മാർ പോലും ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് വരുന്നു എന്നാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ മെസോപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്നാണ് കടന്നു വരുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ നാഗരികതയാണ് മെസോപ്പൊട്ടേമിയൻ, ഇറാൻ ഇറാഖ് ഭാഗത്ത്. അവിടെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് നടന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അള്ളാഹു നൽകിയ ബുദ്ധിയും വിവേകവും പക്വതയും ഉപയോഗപ്പെടുത്തി നേരാവണ്ണം ചലിപ്പിക്കുമ്പോൾ നമ്മളും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. പരലോകമാകുന്ന യഥാർത്ഥ ലോകത്ത് സമ്പൂർണമായി വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയാണ് വിശ്വാസിയുടെ സന്തോഷവും വിശ്വാസിയുടെ ആനന്ദവും വിശ്വാസി ജീവിതത്തെ തന്നെ ലഹരിയാക്കുന്നതും നമുക്ക് ബോധ്യപ്പെടും. പുതിയ കാലത്ത് ധാരാളമായി സംസാരിക്കേണ്ടതാണ് ലഹരിയെക്കുറിച്ച്. കേരളത്തിലും കർണാടകയിലും മനുഷ്യർ അധിവസിക്കുന്ന ഇടങ്ങളിലെല്ലാം ലഹരി വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അധിവസിക്കുന്ന ഇടങ്ങളിലെല്ലാം ലഹരി വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകളും പെൺകുട്ടികളും കൂടുതലായി ഈ പ്രത്യേക സീസണിൽ മാരകമായ സിന്തറ്റിക് ലഹരി വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതലായി സ്ത്രീകളും പെൺകുട്ടികളും ഹോസ്റ്റൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർ ജീവിതത്തിന്റെ ലഹരി അതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാനും ചില നിമിഷത്തേക്കോ മണിക്കൂറുകൾക്കോ സ്വപ്നലോകത്ത് വിരാജിക്കാൻ വേണ്ടി അവരവരുടെ ദുന്യാവിനെ നഷ്ടപ്പെടുത്തുന്നു, ആഖിറം സമ്പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നോ ആ ഒരു നന്മകളെ വാഴ്ത്താനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു തലമുറ നമ്മുടെ പിറകിൽ വരണം. അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ മക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാകുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരാകുന്ന
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സാസിലിരിക്കുന്നവർ ആരൊക്കെയാണ്? അവർക്ക് പേരക്കുട്ടികളുണ്ട്, അവർക്ക് മക്കളുണ്ട്. ഇത്തരം ആത്മീയ വേദികളിലേക്ക് പോലും അവരെ ഒന്ന് എത്തിക്കാൻ പറ്റാത്ത വിധം മാതാപിതാക്കൾ ദുർബലരാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒഴിഞ്ഞ കസേരയിൽ നമ്മൾ പ്രഭാഷണം നടത്തേണ്ടി വരുമ്പോൾ പണ്ട് മുതൽ ഈമാനിലായി വളർന്നു വന്ന കുറേ ആളുകൾ, ചിലപ്പോൾ സ്റ്റേജിലുള്ളവരെക്കാളും ഭക്തരും വിനയമുള്ളവരും ആരാധനയുള്ളവരും, അവർക്ക് മാത്രമായി നമ്മുടെ പ്രഭാഷണം ചുരുങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉറൂസിന്റെ ഭാഗമായി നമ്മൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയാൽ ഇതുപോലെയുള്ള 10 വേദികളിൽ പോലും ഒതുങ്ങാത്ത എത്ര ആളുകൾ നമ്മുടെ പരിസരത്ത് തന്നെയുണ്ട്. അച്ചടക്കത്തോടുകൂടെ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയാനും നമ്മൾ നല്ല ആളായിരുന്നു എന്ന് ഓർമ്മിക്കാനും നമ്മുടെ പിൻഗാമികൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ സ്വന്തം മക്കളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബുദ്ധിയുള്ള ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് മനുഷ്യർ മാത്രം. ചിന്തിക്കാനുള്ള ശേഷി വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ വരുമ്പോൾ മാതാവും പിതാവും ദുർബലരാകുന്നു. ക്യാമ്പസിൽ നിന്ന് വരുന്ന പെൺകുട്ടി സ്റ്റാമ്പ് നാവിന്റെ ചുവട്ടിൽ മുറിപ്പെടുത്തിയിട്ട് ഒട്ടിച്ചു വെച്ച് കാണും. 4 മുതൽ 40 മണിക്കൂർ വരെയും സ്വപ്ന ലോകത്ത് ലഹരിയിൽ മയങ്ങിക്കിടക്കും അവൾ. നമ്മുടെ ഇടയിലൂടെ അങ്ങനെ ജീവിക്കും, ഉണർന്നൊക്കെ ഇരിക്കും, പക്ഷെ എന്തോ ആലോചിച്ചുകൊണ്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ കൊട്ടി വിളിക്കുകയാണെങ്കിൽ ഞെട്ടിച്ചാടും. എന്താന്ന് കാര്യം മനസ്സിലാവില്ല. ആൺകുട്ടികളുടെ കഥ, പിതാവും മക്കളും തമ്മിൽ ബന്ധം വളരെ കുറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിതാവും മക്കളും തമ്മിൽ ബന്ധം വളരെ വളരെ കുറഞ്ഞു പോകുന്നു, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ. നമ്മുടെ മക്കളോടൊപ്പം ഒന്ന് കൂടിയിരുന്ന് സംസാരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. പലപ്പോഴും പലരും കുറ്റപ്പെടുത്തി പറയുന്നത് പോലെ ഞാനും ഇങ്ങനെ സോഷ്യൽ മീഡിയയും മൊബൈലിനും ഒന്നും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. നമ്മുടെ അലംഭാവം കൊണ്ട്, ദീനീപരമായ താല്പര്യം എന്തിൻ്റെ പേരിലായാലും കുറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മുടെ മക്കളെപ്പോലും വേണ്ട വിധം ദീനിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ദുർബലരായി പോകുന്നു. പലപ്പോഴും നമ്മുടെ ശബ്ദത്തിന് തീരെ ശക്തിയില്ലാതായി പോകുന്നു. മക്കളോ നിയന്ത്രിക്കാൻ ആരുമില്ല. അവരവരുടേതായ ലോകത്ത് ജീവിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായി 11 ഇനം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് കഞ്ചാവ്. ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവിന്റെ മേളാണ്. ഹൈബ്രിഡ് വാഹനങ്ങളും ഹൈബ്രിഡ് വിത്തുകളും ഒക്കെ ഇറങ്ങുമ്പോൾ കഞ്ചാവിലായിട്ട് അപ്ഡേഷൻ നടക്കാതിരുന്നാൽ പറ്റില്ലെന്ന് അവർ വിചാരിച്ചു കാണും. അങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ മേളം. ഉന്നതന്മാരാകുന്ന പലരും അതിന്റെ അഡിക്റ്റുകൾ. രണ്ടാമതായി കൂടുതലായി ഉപയോഗിക്കുന്നതാണ് ഇന്ന് പേപ്പറുകളിലൊക്കെ നമ്മൾ നിരന്തരമായി കാണുന്ന MDMA എന്ന് പറയുന്ന സാധനം. ഞാൻ എന്തിനാണ് ഈ ഉറൂസിന്റെ വേദിയിൽ അത് പറയുന്നത്? ഈ മുന്നിലിരിക്കുന്ന ഒരു ഭക്തരെയും പ്രതിനിധീകരിച്ചല്ല ഞാനത് സംസാരിക്കുന്നത്. നേരെ മറിച്ച് എന്നെ ദൂരെ നിന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ദീനിന്റെ ഇത്തരം സംരംഭങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോകാത്ത കുറെ ബന്ധുക്കളുണ്ടാകും, മക്കളുണ്ടാകും, സഹോദരന്മാരുണ്ടാകും. അവരുടെ ജീവിതത്തിലുള്ള സമൂലമായ മാറ്റത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഏറ്റവും ചുരുങ്ങിയത് കൂടെ ഇരുന്നൊരു 10 മിനിറ്റ് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള സാഹചര്യമെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കണം. എത്ര വൈജ്ഞാനികമായ പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. മദ്രസകൾ വ്യാപകമാണ്. ശരീഅത്ത് കോളേജുകളും ദഅ്വ കോളേജുകളും ധാരാളമുണ്ട്. വലിയ വലിയ മത പഠന കേന്ദ്രങ്ങളാകുന്ന ദർസുകളുണ്ട്. എല്ലാം സമൃദ്ധമായി നിലനിൽക്കുമ്പോഴും ഒരാൾ പോലും വൈകൃതത്തിലേക്ക് അടിമപ്പെടാൻ പാടില്ലാത്ത ഈ സൊസൈറ്റിയിൽ പലരെയും നമ്മൾ ആ വശത്ത് കാണേണ്ടി വരുന്നു. പലരെയും നമ്മൾ ആ വശത്ത് കാണേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ആത്മീയമായി വളരെയേറെ ഉയർന്നു ചിന്തിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ ആ ലൈനിലേക്ക് തീരെ വരാതിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും മദ്രസ സംവിധാനങ്ങളൊക്കെ കുറ്റപ്പെടുത്തും. മദ്രസക്ക് പോയിട്ട് എന്ത് കാര്യം? 10 വരെ മദ്രസ പഠിച്ച ചങ്ങാതിയാണ് MDMAയുടെ അഡിക്റ്റായി ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? മദ്രസയിൽ 1 മണിക്കൂർ കിട്ടുന്ന പഠനത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടു വരുമ്പോൾ പിന്നെയുള്ള 23 മണിക്കൂറും അവൻ്റെ ഉസ്താദുമാരുടെ ശ്രദ്ധയ്ക്ക് അപ്പുറത്താണ്. മദ്രസയിൽ നിന്ന് പഠിച്ച തത്വങ്ങളും ആത്മീയ കാര്യങ്ങളും
സ്വഭാവ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അഖ്ലാഖിന്റെ പാഠങ്ങളും പ്രയോഗവൽക്കരിക്കാനുള്ള അവസരം നമ്മുടെ വീട്ടിലുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റിയ അവസരം. മദ്രസയിൽ നിന്ന് എന്തു പഠിക്കുന്നോ അത് അപ്പടി പ്രയോഗിക്കാൻ നമ്മുടെ വീട്ടിൽ അവസരം ഉണ്ടാവണം, ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് മാതൃകയായി അത്തരം കാര്യങ്ങളൊക്കെ മാതാക്കളും പിതാക്കളും രക്ഷിതാക്കളും ആദ്യമേ ചെയ്യണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ടിട്ട് മകൾ ഉണരണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട് മകൾ ഉണരണം. ഖുർആൻ സ്ഥിരമായി ഓതുന്ന വാപ്പയിൽ നിന്ന് മക്കൾ പാഠം ഉൾക്കൊള്ളണം. മൗലാന അലി റളിയല്ലാഹു അൻഹു നമുക്കറിയാം, മഹാപണ്ഡിതർ. സുന്നത്ത് നിസ്കാരം വീട്ടിലാകുന്നത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നിടത്ത് ശറഹ് മുസ്ലിമിൽ അതിന്റെ ചില കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരത്തിന് വീട്ടിൽ പോവുക, ഇതാണ് ശ്രേഷ്ഠമായ രീതി. പല കാരണങ്ങൾ പറയുന്നിടത്ത് മാനവി പറയുന്ന ഒരു കാരണം, നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കും മറ്റുള്ള അംഗങ്ങൾക്കും ഈ സുന്നത്ത് നിസ്കാരം പരിചയപ്പെടാൻ വേണ്ടിയാണെന്നാണ്. വാപ്പ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട് എന്നതിനപ്പുറം വാപ്പ ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകും, ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലെത്തും. ഇത് കണ്ട് നമ്മുടെ മക്കൾ വളരണം, നമ്മുടെ ഭാഷ സഭ്യമാവണം, വൃത്തികേട് വരരുത്. പരിശുദ്ധ ഇസ്ലാമിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അതിന്റെ മഹത്വം പറയാൻ വിചാരിച്ചാൽ നമ്മൾ നേരം വെളുത്താലും തീരൂല. പരിശുദ്ധ ഇസ്ലാമിൽ ഭാഗ്യം ജനിക്കണമെന്ന്, ഇന്ന മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി ജനിക്കണമെന്ന്, നമ്മൾ പിറന്നു വീണ ഏതോ ഒരു മണ്ണുണ്ട്, അവിടെയായിരിക്കണം നമ്മുടെ ജന്മമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. നമുക്കതിന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദഹ്റിൽ 1-ാമത്തെ വചനത്തിൽ മനുഷ്യർക്ക് ഒരു സമയമെത്തിയില്ലേ, ഒരു സന്ദർഭം, അന്ന് പരാമർശിക്കാൻ പോലും പറ്റാത്ത അത്ര സൂക്ഷ്മമായ ഒരു സാധനമായിരുന്നു അവൻ എന്ന് പറയുന്നുണ്ട്. ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല, നമ്മുടെ കണ്ണുകൊണ്ടോ കണ്ണട കൊണ്ടോ കാണാൻ കഴിയില്ല. വലിയ ഉപകരണങ്ങൾ വെച്ചാൽ കാണുന്ന ഒരു ബീജഗണമായിരുന്നു ഞാനും നിങ്ങളും, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മനുഷ്യരും. എന്നിട്ട് പതിയെ പതിയെ പടച്ച റബ്ബ് നമ്മളെ സിദ്ധാന്തമാക്കി മാറ്റി. വിവിധങ്ങളായ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏകദേശം 280 ദിവസം 40 ആഴ്ചയോളം കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വിരുന്നുകാരായി വന്നു. വിരുന്നുകാരായി മാത്രം. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നിനക്കൊരു ഘട്ടം കഴിഞ്ഞു പോയില്ലേ? അന്ന് പരാമർശിക്കാൻ പോലും പറ്റൂല, അത്ര സൂക്ഷ്മമായിരുന്നു. ആ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സൊസൈറ്റിയിൽ പറക്കാനോ ആദർശത്തിൽ വളരാനോ ഒന്നും നമ്മൾ ആഗ്രഹിച്ചതല്ല. പടച്ച റബ്ബിന്റെ മഹദ് ഫദൽ കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഇനി നമ്മൾ എന്തു വേണം? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആനന്ദമായി കാണേണ്ടത്? എന്താണ് ഒരു വിശ്വാസിക്ക് ലഭ്യമാവാനുള്ള നേട്ടങ്ങൾ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ഒരു വിശുദ്ധമായ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മലാഖമാരുടെ സുവിശേഷം കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് നമുക്ക് മരിക്കാനാകണം. ആ ഒരു പാതയിലേക്ക് നമ്മുടെ മക്കൾ വരണം, നമ്മൾ സ്നേഹിക്കുന്നവർ വരണം, നമ്മളുമായി ബന്ധമുള്ളവർ വരണം, നമ്മുടെ ബന്ധുമിത്രാദികൾ വരണം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരു ഉപദേശം ഇത് തന്നെ ഇബ്രാഹിം നബിയും നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 130 മുതലുള്ള വാക്യങ്ങളിൽ മരണം എത്തുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി, യൂസുഫ് നബി അടങ്ങുന്ന തന്റെ മക്കളെ മൊത്തം അടുത്തുമുട്ടുന്നു. എന്നിട്ട് അവരോടൊരു പ്രത്യേകമായ ഉപദേശം നൽകുന്നു. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. ഖുർആൻ അങ്ങനെയാണ് ആ ഭാഗം തുടങ്ങുന്നത്. നിങ്ങൾ അന്ന് ഉണ്ടായിട്ടില്ല, പക്ഷെ അതറിയണം. യാക്കൂബ് നബിക്ക് മരണമെത്തുന്ന സന്ദർഭത്തിൽ നിങ്ങളവരോടല്ല, എന്നാൽ പോലും ആ നിമിഷത്തിലുള്ള വളരെ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങൾ അറിയണം. യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ മതമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു നിങ്ങൾക്ക് മതമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനം ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടേ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ. അതാണ് പ്രധാനം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുറേ ആളുകൾ മുസ്ലിമായി ജനിക്കും, പിറക്കും, അങ്ങനെ വലുതാകും, വലുതായി വരും. ഒടുവിൽ അവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയ്ക്ക് ഒരു മുഴം മാത്രം അവശേഷിക്കുമ്പോൾ പരിശുദ്ധ ദീനിൽ നിന്ന് മാറുന്ന ബിദ്അത്തിൻ്റെയോ രിദ്ദത്തിൻ്റെയോ പദം പറയും, വിശ്വാസം വെക്കും, കർമ്മം ചെയ്യും. അങ്ങനെ അവൻ നരകത്തിൻ്റെ നിത്യാവകാശിയായി മാറും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ പുതിയ കാല സോഷ്യൽ മീഡിയ അഡിക്റ്റുകളുടെ ന്യൂജൻ കുട്ടികളുടെ ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് എത്തിയ ജനറേഷൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉറക്കെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുറേ പദങ്ങളുണ്ട്, അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിൻ്റെതായി അറിയപ്പെട്ട ചിഹ്നങ്ങളെ പരിഹസിക്കുമ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോകും, അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തലപ്പാവിനെയും തൊപ്പിയെയും പരിഹസിക്കാൻ നിരവധി ആളുകൾ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് വിരോധമുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമില്ലാത്ത ഒരാൾ തലപ്പാവ് ധരിക്കുന്നുണ്ടാകാം, തൊപ്പിയിടുന്നുണ്ടാകാം. പക്ഷെ അദ്ദേഹമല്ല ആ ഒരു സംസ്കാരത്തിന്റെ ഉപജ്ഞാതാവ്. നേരെ മറിച്ച് ഇസ്ലാമിലേക്ക് കയറുക എന്നതിൻ്റെ പ്രയോഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പര്യായം, അതിൻ്റെ ഒരു മറ്റുവാക്കാണ് തൊപ്പിയിടുക എന്നുള്ളത്. കേരളത്തിലെ ആശാന്റെ ഒരു കവിത ഒക്കെ ചിലപ്പോൾ കർണാടകയിലുള്ള ആളുകൾ കേട്ട് കാണും. മർക്കസിലൊക്കെ പഠിക്കാൻ വന്ന ആളുകൾ, സൗദിയിൽ പഠിക്കാൻ പോയ ആളുകൾ എന്തായാലും അത് കേട്ടിട്ടുണ്ടാവും. ദുരവസ്ഥ എന്ന അതിൻ്റെ പേര്. ആ കവിതയിൽ അദ്ദേഹം ഇസ്ലാമിൽ കയറാന്നുള്ളതിന് പകരം പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ്. എത്രയോ ദൂരെ വഴിതെറ്റ് നിൽക്കേണ്ട ഒരേഴ് ചർമ്മം പോയി തൊപ്പിയിട്ടാൽ. ഇസ്ലാമിൽ കയറുക എന്നുള്ളതിന് തൊപ്പിയിടുക എന്നാണ് പ്രയോഗം. അപ്പൊ തൊപ്പിയെ പരിഹസിച്ചാൽ, ഉറൂസിനെ പരിഹസിച്ചാൽ, അപ്പൊ അങ്ങിങ്ങനെ കേൾക്കുന്നു, അതേ ഒരു കുറുക്കൻ ഓളിയിടുന്നു എന്ന് പറഞ്ഞാൽ, ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാതെ അലസമായ രീതിയിൽ ആകുമ്പോലൊക്കെടാവട്ടെ എന്നൊരാദർശത്തിൽ കൊണ്ടുപോകുന്ന തലമുറ വളർന്നു വരുന്നു. നമ്മൾ ഉണർന്നിരിക്കണം, കാവൽ നിൽക്കണം. അവരെ നന്മയിലേക്ക് പതിയെ പതിയെ നമ്മുടെ എല്ലാ ഹിക്മത്തും എല്ലാ തന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരണം. ഈ ദീനിനോടുള്ള താല്പര്യം കുറയുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തോട് താല്പര്യം കൂടുമ്പോൾ, അതല്ലെങ്കിൽ സമൂഹത്തെ സമൂലം ബാധിച്ചുകൊണ്ടിരിക്കുന്ന താന്തോന്നിത്ത ജീവിതം, ലിബറൽ ജീവിതത്തിനോട് ഇഷ്ടം കൂടുമ്പോൾ സ്വാഭാവികമായും മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരും. സ്വാഭാവികമായും ധർമ്മങ്ങളെ പ്രയോഗിക്കാതെ വരും. സ്വാഭാവികമായും സത്യസന്ധമായ ജീവിതം ഇല്ലാതെയാകും. അങ്ങനെ വരുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കും, ആണും പെണ്ണും തമ്മിലുള്ള സങ്കലനങ്ങൾ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും മതം വിലയ്ക്കുന്ന നോട്ടവും സംസാരവും നടക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് സമൂഹം പരിവർത്തിതമാകും. മദ്യപാനം കൂടും, മയക്കുമരുന്നുകൾ ധാരാളമായി ഉപയോഗപ്പെടുത്തും. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ദുന്യാവിൽ തന്നെ എത്രമേൽ ഭീകരമാണെന്നറിഞ്ഞാലും ആ ഒരു പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ സമൂഹത്തിന് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. MDMA കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഉപയോഗിച്ചു തുടങ്ങിയ 3 വർഷം മുതൽ 7 വർഷം വരെയാണ് ആയുസ്. അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു പോകും. ഇതറിയാവുന്ന ഡോക്ടർമാർ പോലും അത് ഉപയോഗിക്കുകയാണ്. ഇതറിയാവുന്ന ഡോക്ടർമാർ പോലും അത് ഉപയോഗിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ, ഈ പ്രലോഭനത്തിൽ നിന്ന് മാറാൻ പറ്റണില്ല. നന്മയിലൂടെ മുന്നോട്ട് പോവാൻ, സത്യസന്ധമായി ജീവിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. സിനിമകൾ വയലൻസ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിക്കാനും പൊളിക്കാനും കുത്താനും തകർക്കാനും പ്രേരണ നൽകാത്ത സിനിമകൾ ഇറങ്ങുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സംബന്ധിയായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊക്കെ വ്യാപകമായി കൊലപാതകങ്ങളുണ്ടായി. ഈ ഒരു വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രമായി 67 പേർ കൊല ചെയ്യപ്പെട്ടു. അത് പലതും സംയുക്ത കൊലകളായിരുന്നു, പലതും ബന്ധുക്കൾ തന്നെ നടത്തുന്നതായിരുന്നു. സ്വന്തം മാതാവിന് അയൽപക്കത്തിൽ നിന്ന് തേങ്ങ പൊതിക്കാനാന്നും പറഞ്ഞിട്ട് കത്തി മേടിച്ചു കൊണ്ടുവന്ന്, വലിയ കത്തി വേണമെന്നും പറഞ്ഞിട്ട് അയൽപക്കത്തിൽ നിന്ന് കത്തി കൊണ്ടുവന്ന് ക്യാൻസർ രോഗം പിടിച്ച് കീമോതെറാപ്പി നടത്തി ചലനശേഷി പോലും ഇല്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ഉമ്മയെ കഴുത്തും ഉടലും വേർതിരിയാൻ മാത്രം അറുത്തു കൊന്നൊരുത്തൻ, 24 വയസ്സുള്ള ഒരുത്തൻ. എന്നിട്ട് നമ്മളൊക്കെ കോയിൻ ഇറക്കുന്നത് പോലെ കത്തി ടാപ്പിൽ നിന്ന് കഴുകിയിട്ട് മൂപ്പരാൾ കൊണ്ടുപോയി അയൽവക്കത്തെ ഏൽപ്പിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം. സ്വന്തം മാതാവിനെ പോലീസിനോട് പറഞ്ഞു, എന്തിനാ നീ മാതാവിനെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം നൽകിയതിന്.
എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ വളർത്തി വലുതാക്കിയതിന്. മക്കളല്ല അവരുടെ തലച്ചോറ് കൊണ്ടല്ല അവർ ചിന്തിക്കുന്നത്, നേരെ മറിച്ച് മക്കൾ ചിന്തിക്കുന്നത് കഞ്ചാവ് കൊണ്ടാണ്, മക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് MDMA കൊണ്ടാണ്, ബ്രൗൺ ഷുഗർ കൊണ്ടാണ്, മരിജുവാന കൊണ്ടാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉമ്മ ജന്മം നൽകി എന്ന പാപം ചെയ്തവളായി തീരുന്നു. ഒന്നിലധികം കേസുകളിൽ മുസ്ലിം പേരുള്ളവർ തന്നെ കഞ്ചാവിന്റെയും മറ്റും അഡിക്റ്റുകളായി സ്വന്തം ബന്ധുക്കളെ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞനുജനെ, ഉമ്മയെ വരെ കൊല്ലാൻ അവർ മുന്നിൽ നിൽക്കുന്നു. ഈ താന്തോന്നിത്തം വളർന്നു വരാൻ പാടില്ല. ധാർമ്മികതയെ പ്രണയിക്കുന്ന എല്ലാവരും ഇതിനെതിരെ സമരത്തിലേർപ്പെടണം. സ്വന്തം മാതാവ് ജന്മം നൽകി എന്നൊരൊറ്റ കാരണത്തിന് വേണ്ടി അവരെ നിഷ്ഠൂരമായി അറുത്ത് തല വേർപ്പിഴിക്കുന്ന മക്കൾ നമ്മുടെ ആരുടെയും തറവാട്ടിൽ ജനിക്കാൻ പാടില്ല. എത്രമേൽ കഠിനാധ്വാനം ചെയ്താണ് ഈ മാതാവ് ഇവനെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യേണ്ടത് ആരോടാണ്, ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെട്ട് ജീവിക്കേണ്ടത് ആരോടാണ്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച മാത്രയിൽ ഉത്തരം നൽകുന്നു, ഉമ്മക്കാനിന്റെ ഉമ്മയോട്. ഉമ്മക്കാനിന്റെ ഉമ്മയോട്. നമ്മളൊക്കെ ഈ ലോകത്ത് നന്നായിട്ട് ഉഷാറായി ആരോഗ്യമൊക്കെ വെച്ച് ഓടിച്ചാടി നമുക്ക് തോന്നുന്ന താന്തോന്നിത്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് എങ്ങനെയാണ്? 10 മാസം, കൃത്യമായി പറഞ്ഞാൽ 9 മാസവും 10 ദിവസവും 280 ദിവസം 40 ആഴ്ചകൾ നമ്മുടെ പാവപ്പെട്ട ഉമ്മ നമ്മളെ ഉദരത്തിൽ പേറി നടന്നത് കൊണ്ടാണ്. എന്തോ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു ഉമ്മമാരുടെ ഗർഭകാലത്തെ കുറിച്ച് പറയുന്നത് പ്രയാസത്തിനുമേൽ പ്രയാസമായി ഉമ്മ ഗർഭം ചുമന്നു എന്നാണ്. എത്ര മനോഹരമായാണ് ഖുർആൻ അത് വർണ്ണിക്കുന്നത്. പ്രയാസം എന്നല്ല, പ്രയാസത്തിനുമേൽ പ്രയാസം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാനോട് നീ കൂടുതൽ ആർദ്രത, കാരുണ്യം കാണിക്കണമെന്ന് ആദ്യമായി എണ്ണിപ്പറയുന്നു. ഈ ഒരു ഗർഭകാലം നമ്മളൊന്ന് പരിഗണിച്ചു നോക്കുക. പിന്നെ ആരോടെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഹദീസാണ്. റസൂലുള്ളാഹി ഉമ്മനെ തന്നെ ആവർത്തിച്ചു പറയുന്നു, ഈ ഗർഭത്തിനു ശേഷം ഉമ്മയ്ക്കുണ്ട് നമ്മളെ ഈ ദുന്യാവിലേക്ക് സമർപ്പിക്കുന്ന പ്രസവം എന്ന മഹാപ്രഹേളിക നേരിടാൻ, വർണ്ണിക്കാനാവാത്ത വേദന സഹിക്കാൻ. നിരവധിയായ എല്ലുകൾ ഒന്നിച്ചു പൊട്ടുന്ന വേദനയുണ്ടെന്ന് പലരും പറയുന്നു. ഒരു ആരോഗ്യമുള്ള പുരുഷന് സാധാരണഗതിയിൽ സഹിക്കാൻ പറ്റുക 40 ഡൽ വേദനയാണെന്നാണ്. വേദനയ്ക്ക് മാപിനി നിർവഹിക്കാൻ പറ്റും എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത്. ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് വേദനയ്ക്ക് അങ്ങനെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പരിധി, അതിനൊരു ഒരു അളക്കാനുള്ള മാപ്പിനി ഒരു അളവുകോല് രൂപീകരിക്കാൻ പറ്റൂല എന്നാണ്. ആ പറയുന്ന സയന്റിസ്റ്റുകൾ അവർ 40 ഡൽ വേദനയെ ആരോഗ്യമുള്ള ഒരു പുരുഷന് സഹിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ബോധം കെട്ടുപോകും. ഒരു ഉമ്മ പ്രസവ സമയത്ത് 40-ലധികം 45ഓളം ഡൽ വേദന സഹിക്കുന്നു. പക്ഷെ അവർ ബോധം കെടുന്നില്ല. അവർ ബോധം കെടൂല. തന്റെ ഉദരത്തിൽ നിന്ന് ഈ സമൂഹത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി ജനിച്ചു വന്ന ഒരുത്തനുണ്ട്, അവനെ കാണണം. ഞാനങ്ങനെ ബോധം കെട്ട് കിടന്നാൽ ആ കുട്ടിയെ ആദ്യ നിമിഷത്തിൽ കാണാൻ കഴിയില്ല. ആ ഉമ്മയുടെ ഉപബോധ മനസ്സവരോട് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മക്ക് മാർക്കിട്ടു, പിന്നെയും നിന്റെ ഉമ്മനോട്. ആഗതൻ ചോദിക്കുന്നു, ഇനി ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറഞ്ഞു, നിന്റെ ഉമ്മനോട്. ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം. മനുഷ്യന്റെ ജന്മം അങ്ങനെ കുടുംബജീവിതത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും. മനുഷ്യേതര തസ്തനികൾ ജനിപ്പിച്ച് മുലയൂട്ടി വളർത്തുന്ന ജന്തുജാലങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായം തികഞ്ഞ ബുദ്ധി വികസിച്ച ആ വർഗത്തിലുള്ള ജന്തുവിന്റെ 80% ബുദ്ധിയുടെ വളർച്ചയുണ്ടാകും ജനിക്കുമ്പോൾ തന്നെ. 80%, 50 മുതൽ 80 വരെ. അതുകൊണ്ടാണ് ആട്ടിൻ കുഞ്ഞ് ജനിച്ച ഉടനെ പതിയെ പതിയെ എഴുന്നേറ്റ് അതിന്റെ മാതാവിന്റെ സ്ഥലം കണ്ടുപിടിച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും സഹായിച്ചില്ലെങ്കിലും അത് ചെയ്യും. മനുഷ്യക്കുഞ്ഞിന്റെ കാര്യം അങ്ങനല്ല. മനുഷ്യക്കുഞ്ഞിന് 1% പോലും ബുദ്ധി വളർച്ചയില്ലാതെയാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഈ സഹോദരിമാർ, നമ്മളൊക്കെ ജനിച്ച സന്ദർഭത്തിൽ നമ്മെ പരിചരിക്കാതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ 1.5 ദിവസം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു നമ്മളെല്ലാവരും.
ഒരു 2 വർഷക്കാലം അവർ പാല് തിന്നു സങ്കല്പിക്കുക. ഇനി നീയായി, നീ നിന്റെ രൂപത്തിൽ നടന്നോളൂ എന്നും പറഞ്ഞ് മാതാവ് ഉപേക്ഷിച്ചാൽ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൻ പിന്നെയും മരിക്കേണ്ടി വരും. ഏകദേശം 13 വയസ്സ് വരെയും ഉമ്മയുടെ പരിചരണം വേണം കുട്ടിക്ക്, ടീനേജ് വരെ. അപ്പോഴാണ് മനുഷ്യക്കുട്ടിയുടെ തലച്ചോറിന്റെ വികാസം പൂർണ്ണമാകുന്നത്. അതുവരെ ഉമ്മയ്ക്ക് കുട്ടിയെ പരിചരിക്കണമെങ്കിൽ, കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഉമ്മയ്ക്ക് ജോലി ചെയ്ത് ആവശ്യമായ ഭക്ഷണവും മെഡിസിനും സൗകര്യങ്ങളും വീടും വസ്ത്രവും നൽകാൻ ഒരാൾ വേണം. അതാണ് ഉമ്മയുടെ ഭർത്താവ്, ഈ കുട്ടിയുടെ വാപ്പ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും ഈ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകും വിധത്തിലാണ്, ഉമ്മനെ സ്നേഹിക്കുന്ന വിധത്തിലാണ്, പിതാവിനെ ആദരിക്കുന്ന വിധത്തിലാണ്. പക്ഷേ മനുഷ്യർ അവരുടെ ചിന്ത കൊണ്ടല്ലാതെ ആലോചിക്കുമ്പോൾ, മയക്കുമരുന്ന് കൊണ്ട് അവർ ആലോചിക്കുമ്പോൾ തീർച്ചയായും ആ മനുഷ്യർ ഉമ്മയെ മറന്നു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് ആത്മാവിനെ നമ്മൾ സംസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് ആത്മാവിനെ നമ്മൾ സംസ്കരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നാം നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ കാണുന്ന ഈ ഭൗതികമായ രൂപമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വളരെ മൂല്യം കുറഞ്ഞൊരു സാധനമാണിത്. മാർക്കറ്റിൽ പോയിട്ട് ഒരു രാസവളം വിൽക്കുന്ന കടയിലെത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1500 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമേ ഈ ഉയർന്നു നിൽക്കുന്ന മനുഷ്യക്കോലത്തിലുള്ളൂ. ഈ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 80% വെള്ളമാണ്. 80% വെള്ളം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡായ എല്ലുകളിൽ പോലും 20% ജലസാന്നിധ്യമുണ്ട്. പിന്നെ കുറച്ച് അയൺ, കുറച്ച് മഗ്നീഷ്യം, കുറച്ച് സിങ്ക്, ഒരു തീപ്പെട്ടി നിർമ്മിക്കാൻ മാത്രം തികയുന്ന ഫോസ്ഫറസ്, ഇങ്ങനെ കുറച്ച് മൂലകങ്ങൾ മാറ്റിവെച്ചാൽ ഇതാണ് മനുഷ്യൻ. ഈ സാധനം മൊത്തം മാർക്കറ്റിൽ പോയാൽ 1500 രൂപ 2000 രൂപയുടെ താഴേക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇത്രേ ശരീരത്തിന് മൂല്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത്രേ ശരീരത്തിന് മൂല്യമുള്ളൂ. അതുകൊണ്ടാണ് ആഖിറത്തിൽ വിജയിക്കാനുള്ള ആത്മാവിന്റെ പരിപോഷണത്തിന് വേണ്ടി നമ്മുടെ പൂർവികർ കഠിനാധ്വാനം ചെയ്തത്. എന്നെ കേൾക്കുന്ന ഉമ്മമാർ അറിയണം. പലപ്പോഴും ദീനിന്റെ സംരംഭങ്ങളോട് പുച്ഛം തോന്നുന്ന സ്ത്രീ ജനങ്ങൾ അറിയണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു നിയന്ത്രിച്ചു നിർത്തിയ പരിധിയിൽ നിന്ന് ഉല്ലംഘിച്ചുകൊണ്ട് ആടാനും പാടാനും രാക്കിളികളായി പാറിപ്പറക്കാനും തയ്യാറാകുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ കേൾക്കണം. ആഖിറത്തിന്റെ ഏറ്റവും മനോഹരമായ വിജയത്തിന് വേണ്ടി മഹദിയാം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 300 പ്രാവശ്യം ഖബർ നിർമ്മിച്ച് അതിലിറങ്ങി ഖുർആൻ ഓതിയിട്ടുണ്ട്. 300 പ്രാവശ്യം. മൊബൈൽ കളിക്കാൻ വേണ്ടി ഡെയിലി 3-4 മണിക്കൂർ ചെലവഴിക്കുന്നവർ നമ്മൾ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് എത്രമേൽ ഖുർആൻ ഓതി എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണിത്. മഹാനരാകുന്ന സയ്യിദ് മദനിയുടെ മുന്നിൽ വെച്ച് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മൾ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ കഴിഞ്ഞ് ദുൽഖഅദയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതിനിടയ്ക്ക് റമദാനിന് ശേഷം നമ്മൾ എത്ര ഖുർആൻ ഓതി എന്ന് ഉമ്മമാരും സഹോദരിമാരും ആലോചിക്കണം. എല്ലാ ദിവസവും നമ്മൾ എത്രക്ക് നമ്മുടെ സമയത്തെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമായി ചെലവഴിക്കുന്നു എന്നതും ആലോചിക്കണം. നഫീസത്തുൽ മിസ്രി ആലോചിച്ചു. അള്ളാഹുവിന്റെ പർദീസയിൽ സ്ഥാനം കിട്ടണം, ഉന്നതയായി വിരാജിക്കണം, അള്ളാഹുവിന്റെ കോടതിയിൽ ഒച്ചാനിച്ചു നിൽക്കേണ്ട ഗതികേട് വരരുത്. അവര് മാറ്റിവെച്ചു എല്ലാ അധർമ്മങ്ങളെയും. അവര് സ്വന്തമായി ഖബർ കുഴിപ്പിച്ചിട്ട് അതിലിറങ്ങി 300ഓളം പ്രാവശ്യം ഖത്തം തീർത്തു പരിശുദ്ധ ഖുർആൻ. ഖബറത്തുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഖിറത്തെ കുറിച്ചുള്ള പരാമർശം വരുമ്പോഴേക്ക് വല്ലാതെ ദുഃഖപരവശയായിക്കൊണ്ട് എത്രമേൽ ദുന്യാവിനെ അവർ അവഗണിച്ചു എന്നത് നമ്മളൊന്ന് ആലോചിക്കുക. ദുന്യാവ് നമുക്ക് അനുഭവിക്കാൻ പറ്റൂലേ? പറ്റും. ദുന്യാവിന്റെ സൗകര്യങ്ങളൊക്കെ പറ്റൂലേ? അതും പറ്റും. ദുന്യാവിൽ പണം സ്വരൂ കൂട്ടിക്കൂടെ? എല്ലാം ആവാം. പക്ഷേ അതൊന്നും ആഖിറത്തിലേക്കുള്ള പാതയിൽ വാരിക്കുഴി സൃഷ്ടിക്കരുത്. ആഖിറത്തിലേക്കുള്ള പാതയ്ക്ക് സഹായകമായ രീതിയിലാവണം അത്. മഹദിയാകുന്ന റാബിയത്തുൽ അദബിയെ കുറിച്ച് പോലും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ധാരാളം സ്ത്രീകൾ എന്നെ കേൾക്കുന്നുണ്ട്. 4ാമതായിരുന്നു തൻ്റെ ഉപ്പയുടെ 4ാമത്തെ പെൺകുട്ടി. അങ്ങനെയാണ് റാബിഅയായത്.
ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ വല്ലതും കിട്ടുന്നു കരുതിയിട്ട് ഇറങ്ങിയ സമയത്താണ് കൊള്ളക്കാർ പിടിച്ചുകൊണ്ടുപോയി വിൽക്കുന്നത്. അങ്ങനെ ഒരു സമ്പന്നന്റെ അടിമയായി മാറി. അവിടുത്തെ വീട്ടുജാല കഠിനമായി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിക്ക് ഏകദേശം സുബഹിയുടെ ഇത്തിരി മുന്നേ ആ സമ്പന്നനാകുന്ന ഉടമ ഉറക്കമുണരുകയാണ്. ആ സമയത്ത് റാബിയ കിടന്നുറങ്ങുന്ന ചെറിയൊരു ഷെഡ് പോലുള്ള സാധനമുണ്ട്, എല്ലാ സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ആരോടോ ഉള്ള സംസാരം കേൾക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ആരോടാ ഈ നട്ടപ്പാതിലേക്ക് റാബിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പതിയെ വന്നു. ആ കള്ളനെന്ന് പിടികൂടണം, റാബിയന്റെ എല്ലാ പ്രശ്നവും ഒന്ന് തീർക്കണം. അദ്ദേഹം പതിയെ വന്നപ്പോൾ തേങ്ങൽ കേൾക്കുന്നു. റാബിയ തന്നെ ആത്മകഥമായി സ്വന്തം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശ്രദ്ധിച്ചു, റാബിയ അറിയാതെ ശ്രദ്ധിച്ചു. ആ സമയത്ത് മഹദി എന്താ പറയുന്നത്? 14 വയസ്സുകാരിയാകുന്ന റാബിയ റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നു? പടച്ച റബ്ബിനോട് കരളുരുകിക്കൊണ്ട് കണ്ണ് നിറച്ച് പറയാൻ, പടച്ചോനെ ഇനിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് മോഹമുണ്ട്, പടച്ച റബ്ബേ ഇനിയും ഖുർആൻ ഓതണമെന്ന് മോഹമുണ്ട്, നേരം വെളുക്കുവോളം ദിക്റിലും ഫിക്റിലുമായി കഴിയണമെന്ന് മോഹമുണ്ട്. പക്ഷേ ഞാൻ ഒരാളുടെ അടിമയാണെന്ന് നിനക്കറിയാലോ. രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹം പറയുന്ന എല്ലാ ജോലിയും ചെയ്യേണ്ടതുണ്ട്. അതിന് എൻ്റെ ശരീരം പാകപ്പെട്ട് കിട്ടാൻ ഇത്തിരിയെങ്കിലും എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് റബ്ബേ മോഹം തീർന്നിട്ടില്ല, നിസ്കരിച്ച് താല്പര്യം വിട്ടിട്ടില്ല, ഞാൻ ഉറങ്ങാൻ പോവാൻ. ക്ഷമാപണം നടത്തുകയാണ് റാബിയ റളിയല്ലാഹു അൻഹ. 14-കാരിയാണ്. 14-കാരി. പടച്ചോനെ ഇനിയും തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇനിയും ഖുർആൻ ഓതണമെന്നുണ്ട്, നേരം വെളുക്കുവോളം ഉറക്കൊഴിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനൊരു തൻ്റെ അടിമയാണ്. അദ്ദേഹം പറയുന്ന ജോലി വൈകിട്ട് വരെ ചെയ്യേണ്ടവളാണ്. എൻ്റെ ശരീരം അതിന് പാകപ്പെടണമെങ്കിൽ ഇത്തിരി ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാന്ന് കനിവാർന്ന സ്വരത്തിൽ റാബിയത്തുൽ അദബിയ്യ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. എന്തൊക്കെ തെറ്റിദ്ധരിച്ച് ശബ്ദം കേൾക്കാൻ പോയ ഉടമ അറിയുന്നത്. അദ്ദേഹം പതിയെ തന്നെ മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം റാബിയത്തുൽ അദബിയെ വിളിച്ചിട്ട് സ്വതന്ത്രയാക്കുന്നു. നീ ആ പറഞ്ഞതുപോലെ ഫുള്ള് ഇബാദത്ത് ചെയ്തോളൂ, ഈ വീട്ടിൽ ഞാൻ സൗകര്യം ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ചേരാം. റാബിയ റളിയല്ലാഹു അൻഹ കുടുംബത്തിലേക്ക് പോകുന്നു. പിന്നീട് ആത്മീയ നബസ്സിലെ തിളങ്ങുന്ന താരകമായി ഇന്നും മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? ഒരു ദിവസം അവരൊരു കയ്യിൽ ബക്കറ്റ് നിറച്ച് വെള്ളവും ഒരു കയ്യിൽ കത്തിച്ചു പിടിച്ച ചൂട്ടുമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ശിഷ്യർ ചോദിക്കുന്നു, എന്താ പരിപാടി? മഹദി പറയുന്നത്, കുറെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗം കിട്ടണമെന്ന് കരുതിയിട്ടാണ്, ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോവാ. കുറെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന നരകത്ത് പോവുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന നരകത്ത് പോവുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് നരകം കെടുത്താൻ പോവാൻ. അവരുടെ ചൂട്ടുകൊണ്ട് സ്വർഗത്തെ കത്തിക്കാൻ കഴിയില്ല, സത്യം. അവരുടെ ബക്കറ്റ് വെള്ളം കൊണ്ട് നരകത്തെ കെടുത്താനും സാധ്യമല്ല. എന്നാലും ആ സമൂഹത്തിന് മാതൃക പകരാൻ, അതങ്ങോട്ട് നേരെ ബോധ്യപ്പെടുത്താൻ മഹദി ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുകയാണ്. എന്താ സംഗതി? ഇബാദത്ത് ചെയ്യണത് സ്വർഗം കിട്ടാൻ പോലും അല്ല. അള്ളാഹു നമ്മളെ പടച്ചു, അള്ളാഹു നമുക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നു. ഈ ഇബാദത്ത് ചെയ്യുന്നതും ഞാൻ പ്രഭാഷണം നടത്തുന്നതും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നതും പടച്ച റബ്ബ് നമുക്ക് കഴിവ് നൽകിയത് കൊണ്ടാണ്. നിരവധിയായ ആളുകൾ സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, നിരവധിയായ ആളുകൾക്ക് ചെവി കേൾക്കാത്തതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എന്തെങ്കിലും നമുക്ക് പ്രതിഫലം തിരിച്ചു കിട്ടാൻ പാകപ്പെട്ടതേ അല്ല. അങ്ങനെയാണ് വലിയ മഹാന്മാർ ചിന്തിച്ചത്, മഹദികൾ ചിന്തിച്ചത്. പിന്നെ എന്തിനാ ഇബാദത്ത് ചെയ്യണത്? അള്ളാഹു നമ്മളെ പടച്ചു, സംവിധാനങ്ങളൊക്കെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചു, അങ്ങനെ തന്നെ അതുകൊണ്ട് ചെയ്യുന്നു. അവൻ സ്വർഗം നൽകിയാൽ അത് അവന്റെ ഔദാര്യം മാത്രം, നരകത്തിലിടാണെങ്കിലോ അത് അവന്റെ നീതിയുടെ നടത്തിപ്പ് മാത്രം. മഹദിക്ക് ഇത് പറ്റില്ല. മൂപ്പത്തി പറയാ, ആളുകളൊക്കെ സ്വർഗം കിട്ടണം എന്ന് എഴുതിയിട്ട് ഇബാദത്ത് ചെയ്യുക, കച്ചവടം നടത്തണമായി ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനത് ഇല്ലാതാക്കാൻ പോകാന്നാണ് മഹദി പറയുന്നത്. ഇത്തരം ആളുകൾ സ്വർഗത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്തില്ല. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്ൻ വലാ നൈലുൽ മഖാം. അവരുടെ താല്പര്യം സ്വർഗം കിട്ടലല്ലായിരുന്നു, ഉന്നതമായ സ്ഥാനം ലഭിക്കലല്ലായിരുന്നു. പിന്നെയോ ഇതുവരെയും കാണാതെ, നേരാവണ്ണം ബോധ്യപ്പെടാതെ, ഒരു നിലക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത റബ്ബിനെ ഖുർആനിലുള്ളത് കൊണ്ട്, റസൂല് പറഞ്ഞത് കൊണ്ട് അവർ അംഗീകരിച്ചു.
ആ റബ്ബ് പറഞ്ഞത് മൊത്തം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി റബ്ബിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ കിട്ടിയാൽ അത്ര സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആത്മാവിനെ സംസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഇത് ഇന്നലെ അവസാനിച്ചിട്ടേ ഉള്ളൂ. ഷവ്വാൽ 15-നായിരുന്നു ഉഹദ് യുദ്ധം സംഭവിച്ചത്. ഷവ്വാൽ 15 ഹിജ്റ 3-ാം വർഷം, ഹബീബായ റസൂൽ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ 16-ാം വർഷം. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെപ്പോലെ മജ്ജയും മാംസവും മോഹങ്ങളും താല്പര്യങ്ങളുമുള്ള മഹാന്മാർ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണാർത്ഥം 70 പേരാണ് രക്തസാക്ഷികളാവുന്നത്. ചോദിച്ചു വാങ്ങിയവർ പോലും ഉണ്ടതിൽ, പ്രാർത്ഥിച്ച് നേടിയെടുത്തവരുണ്ട്. കുറിച്ച് അവിടുത്തെ സേവനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അവരുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്വം സമ്പൂർണമായി വിനിയോഗിച്ചവരും നിർവഹിച്ചവരുമുണ്ട്. അള്ളാഹു എന്തിനാണോ പടച്ചുവിട്ട് ആ ഉത്തരവാദിത്വം സമ്പൂർണമായി അവർ നിർവഹിച്ചു. റബ്ബിന് വേണ്ടി മാത്രം അവർ ആലോചിച്ചു. ആനന്ദം പരിശുദ്ധമായ ഇസ്ലാമിൽ അവർ കണ്ടെത്തി. ഇസ്ലാം പറയുന്ന ആരാധനകളും ഇസ്ലാം അനുവദിക്കുന്ന സദ്കർമ്മങ്ങളും വഴി അവർ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് അടുത്തടുത്തു വന്നു. ജീവിതത്തെ തന്നെയും അവർ പരമാനന്ദത്തിന്റെ ഒരു മേഖലയാക്കി തീർത്തു. നേരം വെളുക്കുന്നത് വലിയ സന്തോഷം, സുബഹിസ്കരിക്കാമല്ലോ ഒന്ന്. വാങ്ങൊടുക്കുമ്പോഴേക്ക് വല്ലാത്ത സന്തോഷം, ജമാഅത്തിന് പോകാമല്ലോ ഒന്ന്. കയ്യിൽ കാശ് കിട്ടിയാൽ നല്ല സന്തോഷം, സദഖ കൊടുക്കാമല്ലോ ഒന്ന്. അങ്ങനെ അവർ ഓരോ നിമിഷവും ആഖിറത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു. പൂർവികരാവുന്ന മഹാന്മാരോട് ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, കൊതിച്ചു. ചില്ലറ ആളുകളൊന്നുമല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു ശുഅറാഇന്റെ 80 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ചില പ്രാർത്ഥന നടത്തുന്നുണ്ട്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹഖ്നി ബിസ്വാലിഹീൻ. പടച്ച റബ്ബേ, എനിക്ക് വിജ്ഞാനം നൽകണം, എന്നെ വലിയ വലിയ പൂർവീക മഹാന്മാരോടൊപ്പം ചേർത്തി തരണം. നമ്മൾ ഉറൂസ് നടത്തുന്നത് അതിനാണ്. അവരോടൊപ്പം ചേരണം, അവരുടെ കീഴിലായി പരിശുദ്ധമായ ഫിർദൗസിലേക്ക് യാത്ര പോകാനാകണം. പരിശുദ്ധ ഖുർആനിൽ ഇത്തരം പ്രാർത്ഥനകൾ വേറെയും കാണാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ച് നടത്തിയ ഉപദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഉപദേശം നേരിട്ട് സ്വീകരിച്ച യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ വാക്യത്തിലുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്വാലിഹീൻ. പടച്ച റബ്ബേ, നീ എനിക്ക് എല്ലാ പ്രതാപവും നൽകി. പൊട്ടക്കിണറിൽ നിന്ന് ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്ക് നീ എന്നെ കൊണ്ടുവന്നു. എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകി. പക്ഷേ ഏറ്റവും പ്രാധാന്യം, മരണസന്ദർഭത്തിൽ എൻ്റെ ഉപ്പ ഞങ്ങളെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. തവഫനി മുസ്ലിമൻ, മുസ്ലിങ്ങളായി മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് ഞങ്ങളുടെ പിതാവ് മരണവക്രത്തിൽ ഞങ്ങളെ വിളിച്ച് അവസാനമായി ബോധിപ്പിച്ചിട്ടുണ്ട്. തന്റെ മരണം കാക്ഷിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ കാര്യം റബ്ബിനോട് ചോദിക്കുന്നു. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണം. വഅൽഹഖ്നി ബിസ്വാലിഹീൻ, പൂർവീകരാകുന്ന മഹാന്മാർ സാലിഹീങ്ങൾ അവരുടെ കൂട്ടേ നീ എന്നെ ചേർത്തി തരണം. സൂറത്തു ആൽ ഇംറാനിൽ സൂറത്തു നിസാഇന്റെ 64-ാമത്തെ വാക്യത്തിൽ വഹസുന ഉലൈക റഫീഖ എന്നാണ് പ്രയോഗം. ഇത്തരം മഹാന്മാർ, രക്തസാക്ഷികൾ, പ്രവാചകന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖുമാർ അവരൊരു വലിയ സുഹൃത്ത് സംഘമാകുന്നു. അവർ വലിയൊരു കൂട്ടുകാരുടെ ഗ്രൂപ്പാകുന്നു. സ്വർഗത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചുകൊണ്ടിരിക്കും, കാണും, സംസാരിക്കും. ഈ സൂക്തം അവതരിക്കാനുള്ള കാരണം പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സേവകനായിരുന്ന മഹാനാവുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു വിഷമമായിട്ട് റസൂലിന്റെ മുന്നിൽ വരുമ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളൊക്കെ മരിക്കും, ഇനി എങ്ങാൻ ഞങ്ങൾ സ്വർഗത്തിലെത്തിയാൽ തന്നെയും സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും, നേരെ മറിച്ച് അങ്ങ് സ്വർഗത്തിലെ ഉന്നതനായിരിക്കും.
അപ്പോൾ അങ്ങയെ കാണാൻ ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അങ്ങയെ കാണാത്തൊരു ജീവിതം ഒരു ദിവസം ഞങ്ങൾക്ക് ഓർക്കാൻ വയ്യ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടിയും പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ തീരുമാനത്തെ കാത്തിരുന്നു. അങ്ങനെയാണ് പടച്ച റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഈ ഒരായത്ത് ഇറക്കുന്നത്. അള്ളാഹുവിനെ വഴിപ്പെട്ടവർ, റസൂലിനെ വഴിപ്പെട്ടവർ, അവർ സിദ്ദീഖുമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, നബിമാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും. വഹസുന ഉലൈക റഫീഖ. അതൊരു വലിയ ഏറ്റവും മനോഹരമായൊരു സുഹൃത്ത് സംഘമാണ്. ആ ഒരു സംഘത്തിൽ ഇടം തേടാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാനിന്റെ 185-ാമത്തെ വചനം. എന്താ ഖുർആനിലുള്ളത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരിക്കുക തന്നെ ചെയ്യും. നകളിപ്പുമായി ജീവിക്കുന്നവർ, അള്ളാഹുവിന്റെ നിയമത്തിന് യാതൊരു വിലയും നൽകാത്തവർ, സിനിമയ്ക്കും താന്തോന്നിത്വത്തിനും വേണ്ടി ആയുസ് ചെലവഴിക്കുന്നവർ, നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്തവർ, ഗീബത്തും നമീമത്തുമായി ജീവിതത്തെ മലിനപ്പെടുത്തുന്നവർ, കളവ് നടത്തുന്നവർ, സാമ്പത്തികമായി വഞ്ചന നടത്തുന്നവർ, സെക്സൽ ഹറാസ്മെന്റിന് നേതൃത്വം നൽകുന്നവർ, എല്ലാ തരായി സംഗതികളും നമ്മുടെ സിറ്റികളിലൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ, ഈ ജീവിതത്തെ അടിച്ചു പൊളിച്ച് തീർക്കണ്ടേ എന്ന് വിചാരിക്കുന്നവർ എല്ലാവരും അവരുടെ അധികാരം അവസാനിക്കും, അവരുടെ അഹങ്കാരം തീരും, നകളിപ്പ് മാറ്റിവെക്കേണ്ടി വരും. ലോകത്തെ സമൂലം മാറ്റിമറിച്ച എത്രമേൽ സയന്റിസ്റ്റുകൾ കടന്നുപോയി. അവരാരും മരിക്കാതെ ഇരുന്നോ? അവരുടെ ജീവിതത്തെ ഇത്തിരി കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സ്വന്തമായി സാധിച്ചോ? 500ഓളം കണ്ടെത്തൽ നടത്തി തോമസ് ആൽവാ എഡിസൺ. അയാൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അയാൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ കയറി വരുന്നത്. 500ഓളം കണ്ടെത്തൽ ചില്ലറ സംഗതിയല്ല. അത്രമേൽ വലിയ ഭൗതികമായ കണ്ടെത്തലുകൾ നടത്തിയ മനുഷ്യന് തന്റെ ജീവിതത്തെ ഒരു 2 വർഷം കൂടുതലാക്കാൻ സാധിച്ചോ? ഇല്ല. ഓരോരുത്തരും അങ്ങനെ. മാഡം ക്യൂറിയെ കുറിച്ച് പഠിച്ചവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അവർ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനം ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചു. കുറേയേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് അത് ആശ്വാസമായി മാറി. റേഡിയേഷൻ ക്യാൻസർ കോശങ്ങളെ കരിച്ചു കളയാൻ പര്യാപ്തമാണെന്ന് അവരാണ് കണ്ടുപിടിച്ചത്. നോബലിൽ ഫിസിക്സിൽ 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടി. പക്ഷേ ഇതേ റേഡിയേഷൻ വികിരണമേറ്റു മരിക്കാനായിരുന്നു മാഡം ക്യൂറി എന്ന് പ്രസിദ്ധയായ മേരി ക്യൂരിയുടെ യോഗം. ആത്മീയ രംഗത്ത് ആലോചിച്ചു നോക്കുക. ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിച്ചവർ മരിച്ചുപോയില്ലേ? ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിച്ചവർ മരിച്ചുപോയില്ലേ? രാവിലെ മുതൽ വൈകിട്ട് വരെ തദ്രീസ്, ഇത്തിരി ഉറങ്ങി എന്ന് വരുത്തിയിട്ട് പിന്നെ ദീർഘമായ തഹജ്ജുദ് നിസ്കാരം, പിന്നെ ഖുർആനിന്റെ ആത്മാവിലേക്ക് ഊർന്നിറങ്ങിയുള്ള ഖുർആൻ പാരായണം, പൊട്ടിക്കരച്ചിലുകൾ. ഖുർആൻ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ബഹുമാന്യരായ ഓക്കെ ഉസ്താദ് അങ്ങനെയായിരുന്നു. ബഹുമാന്യരാകുന്ന ഓക്കെ ഉസ്താദ് അങ്ങനെയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഭൂമിക്ക് തീരെ അവർ ഭാരമല്ലായിരുന്നു. സമൂഹത്തിൽ ഒരാൾക്ക് പോലും അവരെ കൊണ്ടൊരു ദോഷവും ഇല്ലായിരുന്നു. മരിച്ചുപോയില്ലേ? എന്തിനധികം ഓരോരുത്തർ എന്തിനാ എണ്ണി പറയണത്? ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 150-ലാണ് ജനിക്കുന്നത്. 205-ൽ വഫാത്താകുന്നു. കേവലം 55 വർഷം മാത്രമല്ലേ ജീവിച്ചത്? കേവലം 55 വർഷം മാത്രമല്ലേ ജീവിച്ചത്? ഈ സദസ്സിൽ 70-ഉം 80-ഉം ഒക്കെ ആയ നമ്മുടെ രക്ഷിതാക്കളെ കാണുന്നു. ലോകത്തിന്റെ നായകർ പുണ്യപ്പൂമാൻ മുഹമ്മദുർ റസൂലുള്ളാഹി 63 വയസ്സ് മാത്രമല്ലേ ജീവിച്ചുള്ളൂ? എല്ലാവരും പോകും. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ വാക്യം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടാനുള്ള ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ഈ പ്രഭാഷണം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല.
ഇത് കേട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ആർക്കുമേ സാധിച്ചു കൊള്ളണമെന്നില്ല. പ്രഭാഷണത്തിന് എഴുന്നേറ്റ് നിന്ന് ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോഴേക്ക് കണ്ണുമിഴിഞ്ഞ് മരണപ്പെട്ടവരുണ്ട്. നമ്മുടെ JPJ അബ്ദുൽ കലാം നിങ്ങളുടെ സ്റ്റേറ്റിൽ കർണാടകയിലെ ഷിംലയിൽ വന്നിട്ട് ഒരു വിദ്യാർത്ഥികളോട് സംവാദം നടത്താൻ വേണ്ടി അതിൻ്റെ ആമുഖം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രസംഗം തുടങ്ങണ മൂപ്പരാണ്. അപ്പോൾ ഈ കണ്ണിങ്ങനെ മിഴിഞ്ഞു പോയി. അംഗരക്ഷകൻ ഓടി വന്നിട്ട് താങ്ങി പിടിച്ചപ്പോഴേക്ക് മരണപ്പെട്ടിരുന്നു. ആരായിരുന്നു അദ്ദേഹം? ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെന്റും സൗജന്യമായിരുന്നു, എല്ലാ പരിശോധനകളും സൗജന്യമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ എയിംസിലെയും മറ്റും വലിയ എണ്ണം പറഞ്ഞ ഡോക്ടർമാർ അദ്ദേഹത്തിന് ചികിത്സ നൽകുമായിരുന്നു, പരിശോധിക്കുമായിരുന്നു. പക്ഷെ പടച്ച റബ്ബിന്റെ തീരുമാനത്തെ അതിന്റെ തൊട്ടു മുന്നേ നടന്ന ഫുൾ ബോഡി ചെക്കപ്പിൽ കണ്ടുപിടിക്കാൻ ആർക്കുമേ സാധിച്ചില്ല. അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയതേ ഉള്ളൂ. കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നമ്മുടെ യുവാക്കളെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്കറിയാം, അഗ്നിച്ചിറകുകളടക്കം. അദ്ദേഹത്തിന്റെ PA പറയുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് വരുവോളം ഞാനും സാറും സംസാരിച്ചത് പുതിയ പുസ്തകത്തെ കുറിച്ചാണ്. അതിന്റെ ലെസൺസ് തീരുമാനിച്ചു. ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് അത് രചിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പക്ഷക്കൊരർത്ഥമില്ല. നമുക്ക് ടൈറ്റാനിക് സൃഷ്ടിക്കാൻ അറിയാം, പക്ഷേ മഞ്ഞുകട്ടയിൽ ഇടിച്ച് ടൈറ്റാനിക് മുങ്ങുന്നത് പ്രതിരോധിക്കാൻ കഴിയില്ല. നമുക്ക് വലിയ വലിയ സംഗതികൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പടച്ച റബ്ബിന്റെ തീരുമാനം അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലായി തീർന്നാൽ നമ്മൾ നിഷ്പ്രഭരായി പോയി. നിരവധിയായ സമ്പത്ത് സ്വരൂകൂട്ടിയിട്ടുണ്ടാകും. ഒരു തുള്ളി വെള്ളമിറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതും ചിലപ്പോൾ അവരായിത്തീരും. എത്രയോ വിഭവങ്ങൾ ഒന്നിച്ചു വീട്ടിലുണ്ട്, പക്ഷെ ഒന്നും തൊടാൻ പറ്റില്ല. ചിലതിന് പ്രഷർ, ചിലതിന് ഷുഗർ, ചിലതിന് കൊളസ്ട്രോൾ, മറ്റു ചിലതിന് യൂറിക് ആസിഡ്. ഇതെല്ലാം കഴിഞ്ഞാൽ ക്രിയാറ്റിൻ. ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷെ തൊടാൻ പറ്റില്ല. പടച്ച റബ്ബിന്റെ തീരുമാനത്തെ അതിജയിക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെങ്കിലും ഉൾക്കൊള്ളണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രതിഫലം ഖിയാമത്ത് നാളിനു ശേഷമാണ് ലഭ്യമാവുക. വമൻ സുഹ്സിയാനിൻ നാർ, അന്ന് ആരുണ്ട് നരകത്തിൽ നിന്ന് ദൂരെ പോകുന്നു. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശം നേടാനുമാകുന്നു. ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. നരകത്തിൽ നിന്ന് ദൂരെയാവാനാകണം. നമ്മുടെ അധ്വാനം അതിനാണ്, നമ്മുടെ ഉറൂസ് അതിനാണ്. നമ്മുടെ ഉറൂസിൽ മഹാന്മാരെ സ്നേഹിക്കുന്നത് അതിനാണ്. സ്ത്രീ പുരുഷ സങ്കലനത്തിനല്ല, സ്ത്രീകളുടെ മുന്നിൽ ഷെയിൻ ചെയ്തിട്ട് അവരുടെ ആകർഷണം നേടാനല്ല. സ്ത്രീകൾ പൊതുവെ വസ്ത്രം ഒഴിവാക്കാനും അവരുടെ ശരീരത്തിന്റെ പല പല രഹസ്യ ഭാഗങ്ങൾ പോലും വെളിപ്പെടുത്താനുമുള്ള ട്രെൻഡുള്ളവരാണ്. എന്തിന്? പുരുഷന്മാരെ ആകർഷിക്കാൻ. നേരം വെളുക്കോളം ഉറൂസിന് വന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിപ്പിക്കാനല്ല, പടച്ച റബ്ബിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശം നേടിയെടുക്കാൻ. വമൻ സുഹ്സിയാനിൻ നാർ, ആര് നരകത്തിൽ നിന്ന് ദൂരെയാകുന്നു. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കയറാനുമാകുന്നു. ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ, അവർ മാത്രമാണ് വിജയിച്ചവർ. സൂറത്തു താഹയുടെ 75 മുതലുള്ള വാക്യങ്ങളിൽ ഖുർആൻ ഇത് വിസ്തരിച്ചു പറയുന്നുണ്ട്. മയ്യത്തി റബ്ബഹു മുഅ്മിനൻ, ആരെങ്കിലും റബ്ബിനെ സമീപിച്ചു മുഅ്മിനായിക്കൊണ്ട്, ഫഖദ് അമില സ്വാലിഹാത്ത്, അവൻ നന്മ ചെയ്തിട്ടുമുണ്ട്. നന്മ ചെയ്തു, മുഅ്മിനാണ്, തിന്മകളിൽ നിന്ന് മാറി നിന്നു, മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്തിയില്ല. ഏത് പ്രലോഭനത്തിനും ഒരു പെണ്ണ് വിധേയായപ്പോ അതിന് നിന്നുകൊടുത്തില്ല. അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചു, മുത്തുറസൂലിനെ സ്നേഹിച്ചു, അങ്ങനെ നന്മയുമായി റബ്ബിനെ സമീപിച്ചു. അത്തരം ആളുകൾ ദറജാത്തുൽ ഉല നേടും, ഉന്നതമായ സ്ഥാനം നേടും. ജന്നാത്തു അദിൻ, നിത്യതയുടെ സ്വർഗം, അനന്തതയുടെ സ്വർഗം, എല്ലാവിധ സുഖാഡംബരങ്ങളുടെയും പറുദീസയാകുന്ന സ്വർഗം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്വാരത്തിലൂടെ അരുവി ഒഴുകുന്നുണ്ട്. വദാലിക ജസാഉ മൻ തസക്കാ, വദാലിക ജസാഉ മൻ തസക്കാ, ആത്മാവിനെ സംസ്കരിച്ചവർക്കുള്ള പ്രതിഫലം ഇതാണ്. വദാലിക ജസാഉ മൻ തസക്കാ,
ആത്മാവിനെ സംസ്കരിച്ചവർക്കുള്ള പ്രതിഫലം ഇതാണ്. ഇതിന്റെ തൊട്ടു മുന്നേയുള്ള വാക്കിൽ, സൂക്തത്തിൽ, ആയത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കാര്യം അല്ലാഹു പറയുന്നുണ്ട്. ആരാണ് റബ്ബിന്റെ അടുത്തേക്ക് മുജ്രിമൻ, തെമ്മാടിയായി എത്തുന്നത്? അത്തരം ആളുകൾ നരകത്തിൽ പതിക്ക തന്നെ ചെയ്യും. അത്തരം ആളുകൾ നരകത്തിൽ പതിക്ക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നു? വമൻ സുഹ്സിയനിന്നാർ, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു? വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാനും ആർക്ക് സാധ്യമാകുന്നു? ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. അവരാണ് വിജയിച്ചവർ. ഈ ദുന്യാവിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജയിക്കാൻ നമുക്ക് കഴിയണം. മലയാളത്തിലുള്ള ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്താം. വിജയത്തിന് വേണ്ടി നോ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് പുസ്തകത്തിന്റെ പേര്. വിജയത്തിന് വേണ്ടി നോ പറയണം. കൂട്ടുകാരൻ മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ ചെറുപ്പക്കാരെ നോ പറയണം. ഈ ഒരു ചെറുപ്പക്കാരൻ നല്ല ഉഷാറുണ്ട്, ഇവന്റെ നമ്പർ ഞാൻ തരാം, നീ ഒന്ന് കോൾ ചെയ്തു നോക്ക്, നിനക്കൊരു അഫയർ ആവട്ടെ എന്നും പറഞ്ഞിട്ട് കോളേജിലെ കൂട്ടുകാരി വരുമ്പോൾ പ്രിയപ്പെട്ട പെൺകുട്ടി നോ പറയാൻ കഴിയണം. ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരാമോന് എന്ന് ചോദിക്കുമ്പോൾ നോ പറയാനാകണം. വിജയത്തിന് വേണ്ടി നോ പറയണം. അതാണ് ഇമാമുന ഗസാലി തങ്ങൾ ബിദായത്തു വന്നിഹായുടെ 2-ാം ഭാഗത്തിന്റെ ആമുഖത്തിൽ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനം തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണെന്ന് പ്രത്യേകം പറയുന്നത്. നന്മയിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രധാനം തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണ്. വാജിബായ നിസ്കാരങ്ങളൊക്കെ നടത്തും, നന്മയാണ്. പക്ഷെ ഉറങ്ങണമെങ്കിൽ കള്ളു കുടിക്കും, ഇതാണ് ഏറ്റവും പ്രധാനം. നന്മയിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രധാനം തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണ്. തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മ ചെയ്യുമ്പോഴാണ് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കയറാൻ കഴിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ തോൽപ്പിക്കാനുള്ള നിരവധിയായ പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ചിലതാ ഞാൻ പറഞ്ഞത്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യം. ഒന്നിനും വീണ്ടു കൊടുക്കരുത്. കുറഞ്ഞ ജീവിതം, ഈ ജീവിതത്തെക്കുറിച്ച് ആഖിറത്തിലേക്കുള്ള അധ്വാനത്തിന്റെ സമയവും സന്ദർഭവും എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആ ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ച് പൂർവികരാകുന്ന മഹാന്മാർ, മദനിത്തങ്ങളെപ്പോലെയുള്ള മഹാന്മാരാകുന്ന സഹാബത്തിനെ പോലെയുള്ള അയിമ്മത്തുൽ മുജ്തഹിദീനെ പോലെയുള്ള പൂർവികരാകുന്ന മഹാന്മാർ പോയ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളെയും റഹ്മാനായ റബ്ബേ നീ തീർത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ, ഓരോ സംരംഭങ്ങൾക്ക് നിന്റെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. പൂർവോപരി ഭംഗിയായത് അവസാനത്തിലെത്തിക്കാനും സന്തോഷത്തോടുകൂടെ പിരിയാനും പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പരമ്പരയിൽ, ശിഷ്യ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഒരാരെയും നീ മുർത്തദാക്കരുത് റഹ്മാനെ, മുബത്തദി ആക്കരുത് റഹ്മാനെ, ഫാസിഖാക്കരുത് റഹ്മാനെ. ഒരാളെപ്പോലും നിന്റെ ദീനിന്റെ വിരുദ്ധരാക്കരുത് റഹ്മാനെ. പടച്ചവനെ, ഇങ്ങോട്ട് എത്തിച്ചേർന്ന വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എല്ലാവർക്കും ദുന്യാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ റഹ്മാനെ. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുന്യാവും ആഖിറും നീ സന്തോഷത്തിലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ തമ്പുരാനെ. മുഖ്ലിസീങ്ങളായ ഉലമാക്കളാക്കണേ റഹ്മാനെ. ഈ മദനി കോളേജിലും പരിസരങ്ങളിലും പഠിക്കുന്ന കുറേ മുതഅല്ലിമീങ്ങൾ വേദിയിലുണ്ട്. പടച്ച റബ്ബേ, എല്ലാവർക്കും നല്ല ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നല്ല ബുദ്ധിശക്തി നൽകണേ തമ്പുരാനെ. ജീവിതത്തിലും പഠനത്തിലുമുള്ള എല്ലാ പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും അതിജയിക്കാനും സമ്പൂർണ്ണമായി വിജയം നേടാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ادخلنا وادخل من ماتوا منا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.